ഏവർക്കും ഹാപ്പി ഓണം. മാത്രമല്ല ഇന്നത്തെ ഓണം പരിപാടി നമ്മൾ ചൈനയിൽ കറിലോഞ്ച് എന്ന് പറയുന്ന ഒരു ചെറിയ ഹോട്ടൽ എന്ന് പറയുന്നില്ല, അത്യാവശ്യം വിജയിപ്പിച്ചൊരു ഹോട്ടലാണ്. അത് ഷാങ്ഹായിൽ. നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഷാങ്ഹായിലേക്കാണ്. ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ പരിപാടിയും ഓണസദ്യയും നമ്മളിന്ന് ഇവിടെ കൂടും. ഹലോ മൈ ഗൈസ്, കുറെ കാലത്തിന് ശേഷം ഒരു ലോങ് വ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതും ഓണപ്പരിപാടി, ചൈനയിലെ ഓണപ്പരിപാടി ആയിട്ട്. കാലം കുറച്ചായി. ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ പാടെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇരുന്ന് കാണൂ. ലൈക്ക് ചെയ്യുന്നവർക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കാത്തവരൊന്ന് ബെല്ലൈക്കൺ ഞെക്കുക. അടിച്ചു പൊട്ടിക്കാൻ പറയും. എങ്ങനെ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഓണം മൂട്, ഏത് മൂട്? പൊളി മൂട്. ഇത് നബീലൊക്കെ പിന്നെ പണ്ടേ മുതലേ ഭയങ്കര ഫേമസ് ആണെന്നാണ് മൂപ്പര് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അപ്പൊ എന്തായാലും ഈ മൂടും കോണാക്കാം. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ഓണം. വരികൾ അറിയില്ല. ഞാൻ വയസ്സ് നല്ലടി കലവ നല്ലടി തങ്കമ്മോ, ഇത് പഴനിയാണവൻ കഴിഞ്ഞടി തങ്കമ്മോ. വയസ്സ് നല്ലടി നല്ലടി തങ്കമ്മോ, ഇത് പഴനിയാണ്ടവൻ കഴിഞ്ഞടി തങ്കമ്മേ. എടുക്കൂ, ഓരോ ബാഗ് വെച്ചെടുത്തോളും. ഓരോ ബാഗ് വെച്ചെടുക്കണം, അല്ലെങ്കിൽ മുതലാണ്. ഇതാര ബാഗാ? ആയിരുന്നാടോ? എനിക്കങ്ങനെയൊന്നുമില്ല. മൂട് നീ അത് കൊടുത്തോണ്ട് വരും. അപ്പോ ഇതാണ് നമ്മള് റെയിൽവേ സ്റ്റേഷൻ. ഇവിടത്തെ ചൈന റെയിൽവേ സ്റ്റേഷൻ. ഉള്ളിലേക്ക് കയറണമെങ്കിൽ പാസ്പോർട്ട് വേണം. അപ്പൊ ബാഗിലാണ് പാസ്പോർട്ട് എടുത്തിട്ട് തരാം. ആ പോകുന്ന അമ്മച്ചനെ പോലെ ട്രിപ്പ് പോവാന്നാണ് അല്ലേ അതീവ? മാറ്റി കളം മാറ്റി ചവിട്ടി ജീവിതം പോലെ. അപ്പോ നേരെ ഉള്ളിലേക്ക് കയറാം. ചെക്കിൻ ഉണ്ട്, കഴിഞ്ഞിട്ട് വരാം. നമ്മളെന്താ സിലിമ രാവിലെ കഴിച്ച്? കൊറേ ഗ്യാസ് ഇല്ലേ വയറില്? ഒള്ളി ഗ്യാസ് വയറിൽ. അതുകൊണ്ട് ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ ഇങ്ങനെ പ്യാൻലീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എന്ന് പറയാൻ വേണ്ടി, ഫ്രീ അല്ല, വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ തപ്പുക, ഓരോ ബ്രെഡും സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി നടക്കുക. 10 yen 5-6 ഉള്ളൂ. പക്ഷെ ഇവിടെ കയറുമ്പോൾ അത് അങ്ങനെയാണല്ലോ. അതിന്റെ പേയ്മെന്റ് ചെയ്ത് ട്രെയിനിന്റെ ഉള്ളില് ചൂടുവെള്ളം കിട്ടും, അത് വെച്ച് കഴിക്കാൻ പറ്റും. അതാണെങ്കിൽ അതിപ്പോ കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ ഒന്ന് ജനിച്ചു. ഉള്ളിൽ കയറുമ്പോൾ കാണിച്ചുതരാം. വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങാനും ഫോണിൽ ചാർജ് ഇല്ലയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്പ്ലേ കാണും. ഈ ഡിസ്പ്ലേയിൽ ഇത് ഉണ്ടോ? ഇത് ചാർജിങ്ങിന്റെ ഏരിയ. ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ QR കാണിക്കും. ആ QR സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ചാർജിങ്ങിന് ഇടാം. ടെക്നോളജിയാ എന്നാണല്ലോ. നമ്മുടെ നോർമൽ മെസ്സേജിൽ വരുമ്പോൾ ഉണ്ടാവും ഏത് ട്രെയിൻ നമ്പർ ഏതാണുള്ളത്. അപ്പോൾ ഇവിടെ വരിക, ട്രെയിൻ നമ്പർ നോക്കുക, സ്ഥലം നോക്കുക, സമയം, ഇതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോം ഉണ്ട്, അത് നേരെ നോക്കുക, പാസ്പോർട്ട് വെക്കുക, പാസ്പോർട്ട് വെച്ച് നേരെ ഉള്ളിൽ കയറുക. ഇതാണ് ഇവിടുത്തെ ചടങ്ങ്. ഓക്കെ, നീ ട്രെയിനിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഉള്ളിലേക്ക് കയറാം. കുഴപ്പമൊന്നുമില്ല, സീറ്റ് കണ്ടുപിടിക്കട്ടെ. ഓക്കെ അല്ലേ? ഹലോ, ന്യൂ ഫോളോവർ, ചൈനീസ് ഫോളോവർ, ഒരു പുതിയ ചൈനീസ് സബ്സ്ക്രൈബർ കിട്ടി ഗൈസ്. ചൈനീസ് അപ്പൊ ഒന്ന് ഉറങ്ങിട്ട് വരല്ലേ? ഒന്ന് ഉറങ്ങിട്ട് വരാം. 3.5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വിജലിപ്പിച്ച് കിടന്ന് ഉറങ്ങിട്ട് വരാം. നിന്നെ വിട്ടുന്ന എന്നെ ഒഴിപ്പിച്ച് തരാം. അപ്പൊ ബൈ. എന്താടാ ക്യൂട്ട്നെസ് വാരി തരാ? സൗന്ദര്യമുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. ഇറക്കി സാധനമൊക്കെ വരണം.
ചൈനക്കാരെ വരെ കണ്ടു ചിരിച്ച്. സുഖാമോ ദേവി, ദേവിയുടെ അടുത്ത് പാടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നല്ല ഉറക്കാണ് പാവം. 3 മണിക്കൂർ കഴിഞ്ഞു, ഏകദേശം സ്ഥലം എത്താനായി. പുറത്തൊരു മഴ ഉണ്ട്. പുറത്ത് മഴയും പെയ്തു തുടങ്ങി. 6:52 എത്തും നമ്മള്. 6:52 ഇനി 1 മണിക്കൂറുണ്ടോ ഇതിന്റെ അകത്ത്? 6:52 ഷാങ്ഹായിലെത്തുന്നു. 6:52 എത്തുള്ളൂ. ഇനി 1 മണിക്കൂർ. ഞാനും ഉറങ്ങാൻ പോയി. അങ്ങനെ ഒടുവിൽ നമ്മൾ ഷാങ്ഹായി എത്തി. ഈ ബ്ലഡി ബംഗാളി കുറെ നേരമായി 5 മിനിറ്റ് പറഞ്ഞിട്ട് കണ്ണി കണ്ട നാട്ടിലുള്ള എല്ലാ മെട്രോയും കയറ്റി ഇറക്കിയിട്ട് ഏത് മാനിയൻ മാനിയൻ ഉറക്കം വന്നിട്ട് വയ്യ. റൂമിന് അങ്ങോട്ട് നടക്കണം അത്ര. അതേത് കുതാമിലാന്നാവോ കുറിപ്പുകള് ഞാൻ അവിടെ കൊണ്ടിട്ട് കാണിച്ചു തരാം. അവിടെ കൊണ്ട് കാണിച്ചു. ഏതോ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കറി ലോഞ്ച് ഇന്ത്യൻ മസാല ചായ. ഏട്ടാ അതിങ്ക നാട്ടിലൊരു ചായക്ക് എത്ര? നാട്ടിലെ ചായക്ക് ഇവിടെ അല്ല, നാട്ടിലൊരു ചായക്ക് എത്ര? 12 രൂപ. ഇവിടെ ചായക്ക് എത്ര? 12 രൂപ. നാട്ടിലത്തെ 135 രൂപ. അതിന് 5 സ്റ്റാർ ഹോട്ടലിലേക്കും കൊണ്ടുവന്നിട്ട് ദേ തന്നിരിക്കുന്ന 2 കാർഡ് കയറി പൊക്കോളി മക്കളെന്ന് പറഞ്ഞിട്ട്. എന്താണ് നിനക്ക് തൊട്ടാ തൂറ്റിൽ കഥയാണ് നിന്റെ. തൂറ്റൽ കഥ ബാത്റൂമില് വിശകലനത്തിന് വേണ്ടിട്ട് പോകാൻ വേണ്ടി ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് തന്നെ പോണെന്നുള്ളതാണ് അവന്റെ കാര്യം അല്ലേ? ഇതാണ് കൊള്ളാം. ഒരു TV ഉണ്ട്, പക്ഷെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് മലയാള ചാനല് കിട്ടൂല. അത് വലിയ പ്രത്യേകതല്ലേ. ഇവിടെ മാസ്റ്റർ സ്വിച്ച്, ഫോണ്, കാര്യങ്ങള്. ഈ ലാമ്പ് കൊള്ളാല്ലേ, പക്ഷെ വർക്ക് ചെയ്യും. ഉള്ളിൽ ലൈറ്റ് ഉണ്ട് പക്ഷെ വർക്ക് ചെയ്യൂല. കുഴപ്പമില്ല. ഹായ് ഇതിൻ്റെ അകത്ത് ഞാൻ ചാടിയോടി കുളിക്കും. ചാടിയോടി പിന്നെ അല്ലാണ്ട്. ഏതാ സാധനമൊക്കെ ഈ കാണുന്നത്? പഴയ ഷാങ്ഹായി ആണത്. ഇനി എന്താ ഇനിയാണ് പരിപാടി തുടങ്ങാൻ പോണത്. അപ്പോ പോട്ടെ, ലെറ്റ്സ് ഗോ. പണി എടുക്കണ പോലെ കാണിക്കേ. അത് കാണുന്നുണ്ട്. ഭയങ്കര പണി. ഇല തുടച്ചു വെക്കണല്ലോ അല്ലേ? പാത്രത്തോട് അത് കണ്ട് ഒരച്ചിരുന്ന് കഴുകേണ്ട ഓരോരുത്തര്. ഇതിന്റെ പുറത്ത് നമുക്ക് അത്തപ്പൂ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത്തപ്പൂവിന്റെ അവസ്ഥ എന്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്തപ്പൂവിന്റെ കാര്യത്തിൽ തീരുമാനം ഏകദേശം ആയിട്ടുണ്ട്. നബീലെ എന്നോട് ചോദിച്ചില്ല, എന്റെ തല മാറ്റാനാണ്. ഏത് പൂടലായിരുന്നു? അപ്പൊ അവര് അത്തപ്പൂ കൊടുക്കും. നമുക്ക് അകത്ത് വേണ്ടി പണിയെടുക്കാം. അടുത്ത പരിപാടി ഇതെന്താ? അപ്പൊ ഗൈസ്, ഇന്നലെ നല്ലൊരു ഉറക്കം ഉറങ്ങിപ്പോയി. സത്യം പറ ക്ഷീണിച്ച് കിളി പറന്നിരുന്ന്. അപ്പോ നമ്മളിന്ന് രാവിലെ നീറ്റു റെഡി ആയിട്ട് വരാം. ഓക്കെ, എല്ലാരും കൂടി റെഡി ആയിട്ട് ഇറങ്ങി. ഇനിയിപ്പോ നേരെ പോണത് ചെന്ന് കയറുമ്പോ തന്നെ സദ്യ കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വിളമ്പി കൊടുക്കാൻ പോവാം. പരിപാടി നടത്തുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഇതുണ്ട്. വിജയിപ്പിച്ചൊരു ബാത്റൂം, വിജയിപ്പിച്ചൊരു ഹോട്ടൽ ഇവിടെ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി പരിപാടിക്കുള്ള കാര്യങ്ങൾ. ഹാപ്പി ഓണം. സുഖാണോ? ഇന്ന് രാവിലെ തന്നെ നീറ്റ് കുട്ടപ്പനായിട്ടല്ലോ. ഷാങ്ഹായിലുള്ള കറി ലോഞ്ച് കറി ലോഞ്ച് എന്നൊരു കട ഉണ്ട്. ഇവിടെയാണ് നമ്മളിന്ന് ഓണപ്പരിപാടി നടത്താൻ പോണത്. ആരാ ഇപ്പോൾ കാര്യമായിട്ടുള്ള സംസാരങ്ങളിലൊക്കെ നടക്കണേ ഇവിടെ.
എന്തായാലും രവിയിലെ സെറ്റല്ലേ മുണ്ടൊക്കെ ഞാൻ എന്നെ അതൊരു മുണ്ടിൽ കാണിച്ചിട്ടില്ലല്ലേ, കാണിച്ചുതരാം. ഒന്ന് റെഡി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. മേക്കപ്പ് മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. ഇനി നമുക്ക് തിന്നാൻ പോവാം. തിന്നണ്ടേതൊക്കെ വേലി ഏകദേശം റെഡി ആയി തുടങ്ങി. മേക്കപ്പ് മാൻ ആരായിരുന്നു? ശ്രീചേട്ടൻ ഇതാ മേക്കപ്പ് മാനും സാരൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കറി ലോഞ്ച് ഓർഗനൈസ് ചെയ്യുന്നു. കൈരളി എന്ന് പറയുന്ന മലയാളി കൂട്ടായ്മയുടെ ഒരു ഓണാഘോഷം. ഏഷ്യനെറ്റിന് കിട്ടിയില്ല, കയ്യിൽ വെച്ചാണ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്. കഴിക്കാം. എടുക്കുക, കുറച്ച് അവിയലെടുക്കുക, ഇത് പൈനാപ്പിൾ തോരൻ എടുക്കുക, ബീട്രൂട്ട് തോരൻ എടുക്കുക, കുറച്ച് ഇരുന്ന് കുറച്ച് ക്യാരറ്റ്. അതെ, ഈ ഹോട്ടലിലെ എല്ലാ ബിനോയ് ചേട്ടന് വളരെ നന്ദി കുറവുള്ള സ്നേഹത്തോടുള്ള ഓണാശംസകൾ. പിന്നെ കുറച്ച് പൈനാപ്പിൾ കിച്ചടി, ഇത് പയറിൻ്റെ ഒക്കെ ഇതൊക്കെ പാടങ്ങനെ കുഴച്ച് ഒരു പപ്പടത്തിൻ്റെ കഷ്ണം എടുത്ത് ഇതിങ്ങനെ ആഹാ എല്ലാം ഒരു കൂടി അങ്ങനെ ഉണ്ടാവണം കാണുമ്പോൾ. കഴിച്ചിട്ട് വരാം. തൽക്കാലം ഡോക്ടർ കിഡ്സ് മൈ സൈനിങ് ഓഫ്. ടാറ്റ.